ആരൊക്കെ ഇത്? വാ. ഇവിടെ ഒന്ന് കേറിയോ? ബീന ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മാത്രമല്ല, ഹരിയേട്ടനും ഉണ്ട്. അമ്മാവാ, അമ്മായി വാ ഇരിക്ക. ധന്യ എന്താ മടിച്ചു നിൽക്കുന്നത്? ഇരിക്കേ. അല്ല മീരെ, ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല അമ്മായി, അവരൊക്കെ പുറത്തു പോയിരിക്കാം. മോൾ ഇന്നിവിടെ തനിച്ചാണെന്ന് ആദർശിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു. ആദർശിന്റെ അമ്മയ്ക്ക് ഞാൻ വന്ന് മോൾക്ക് കൂട്ടിരിക്കണോന്ന് ഒരേ നിർബന്ധം. അതാ ഞാൻ രാവിലെ തന്നെ ഹരിയേട്ടനെയും കൂട്ടി വന്നത്. അല്ലെങ്കിലും വീട് കാവല് ബീനയ്ക്ക് പറ്റിയ പണിയാണല്ലോ. കാവല് നിൽക്കാതെ പറ്റുമോ ധന്യേ? ഇതും ഇപ്പൊ എന്റെ വീടായി പോയില്ലേ? ഇവർക്ക് ചായ എടുക്കാൻ സെർവന്റിനോട് പറയും മോളെ. ചായ ഒന്നും വേണ്ട മോളെ, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയേ. അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ചെല്ലുമ്പോഴേ വലിച്ചു വരി തിന്നുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല, അല്ലേ മനോജേട്ടാ? മുത്തശ്ശൻ കൂടി കൊണ്ടുവരായിരുന്നില്ല അമ്മാവാ? അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ വയ്യല്ലോ മോളെ. എപ്പോഴും മീരെ കാണുന്ന കാര്യം മുത്തശ്ശി പറയാറുണ്ട്. ഞാൻ മുത്തശ്ശി വന്ന് കണ്ടോളാം അമ്മായി. അതെങ്ങനെയാ? ആദർശ മോന് 100 കൂട്ടം തിരക്കല്ലേ, പിന്നെ എങ്ങനെ ചെല്ലാനാ? ഞാൻ മനോജനെ കാണാൻ വരണമെന്ന് കരുതിയിരിക്കായിരുന്നു. ഓരോ തിരക്ക് കാരണം നടന്നില്ല. ഹരിയുടെ തിരക്കുകൾ എനിക്ക് അറിയാവുന്നതല്ലേ. എന്നാലും നിങ്ങളെല്ലാരും ഒരുമിച്ച് വന്നപ്പോ ഇവിടെ ആരും ഇല്ലാണ്ടായി പോയല്ലോ. അതൊന്നും സാരമില്ല മോളെ, ഇനി എപ്പോ വേണമെങ്കിലും വരാലോ. അത് ശരിയാ. ധന്യക്ക് പിന്നെ വേറെ തിരക്കുകളൊന്നും ഇല്ലാത്തോണ്ട് എപ്പോ വേണമെങ്കിലും വരാം, അല്ലേ? ബീനയ്ക്കൊന്ന് കുറച്ചു നേരം മിണ്ടായിരുന്നൂടെ? അല്ലെങ്കിലും ഈ ഹരിയേട്ടൻ ഇങ്ങനെയാ. ഞാൻ സത്യം പറയുന്നത് ഇഷ്ടമല്ല. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു മനോജെ? കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അല്ലെങ്കിലും ഈ ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് കൊണ്ട് എന്ത് ലാഭം ഉണ്ടാവാനാ? ആദർശ് മോനെ പോലെ വലിയ രീതിയിൽ നടത്തണം, അതിലേ കാര്യമുള്ളൂ. പറച്ചില് കേട്ട ആദർശിന്റെ ബിസിനസ് കണക്കെല്ലാം ബീനയാണ് നോക്കുന്നതെന്ന് തോന്നുമല്ലോ. ആദർശ് ഇപ്പൊ എന്റെ മോനല്ലേ, അവനെ സഹായിക്കാൻ ഞാൻ വേണോന്നില്ല. എനിക്ക് വേണ്ടി സൂരജ് സഹായിച്ചോളൂ. ഓ, ഇനിയിപ്പോ ഇവിടെ ഇരുന്ന ശരിയാവില്ല. അമ്മ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ. അമ്മായി വിദ്യ എന്താ വരാതിരുന്നേ? അവളെ കണ്ടിട്ട് കൊറേ ദിവസമായി. അവൾക്ക് എപ്പോഴും പഠിത്തമല്ലേ, നേരെ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടണ്ടേ. മനോജേട്ടാ, ഞങ്ങളിപ്പോ വരാമേ. ശരി, ചെന്ന് വീടൊക്കെ കാണാം. വേണ്ടേ? വാ മോളെ.